തിരുക്കുമാരനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സജീവ് ഗോപാൽ എന്നാണ്. ഞാൻ വർക്കലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്. 30 വർഷമായി ഞാൻ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ്. ഞാൻ ഒരു പ്രാദേശിക ലേഖകനായിട്ടായിരുന്നു വർക്കലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 പത്രത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പത്രത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ചെറിയ പത്രം തുടങ്ങി എനിക്ക് പോലും അസാധ്യമായ ഒരു പത്രത്തിനകത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ പത്രത്തിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് 2022 ഡിസംബർ മാസം 16-ാം തീയതി എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുടുംബജീവിതം പോലും തകർന്ന് തരിപ്പണമായ സംഭവം ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അമ്മ മരിച്ചത് കുട്ടിക്കാലത്തെ എൻ്റെ അമ്മ മരിച്ചുപോയി. അച്ഛൻ സിംഗപ്പൂരിൽ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിലായിരുന്നു. അച്ഛൻ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി, നാട്ടിലുണ്ട്. അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. ഞാൻ പത്രപ്രവർത്തന രംഗമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2022 ഡിസംബർ 16-ാം തീയതി എൻ്റെ ഓഫീസിനകത്ത് എൻ്റെ അമ്മയുടെ വീട് അടുത്തുള്ള അവരുടെ വീടിനടുത്തുള്ള ഒരു അമ്മയും ഒരു മകനും കൂടി എൻ്റെ ഓഫീസിലോട്ട് വരികയായിരുന്നു. അപ്പോൾ എനിക്കവരെ നേരിട്ടറിയാം. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും സംസാരിക്കാറില്ല. ഞാൻ അങ്ങനെ കാണേണ്ട ആവശ്യവും വന്നിട്ടില്ല. എൻ്റെ ഓഫീസിൽ പല ആൾക്കാരും വരും, പല പ്രശ്നങ്ങളുമായിട്ട് വരും. ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നവരെയൊക്കെ ഞാൻ സംസാരിക്കുകയും അതിനിടയിൽ ഞാൻ യേശുവിൻ്റെ കാര്യങ്ങൾ പറയും. കാരണം ഞാനൊരു പള്ളിയുടെ അടുത്താണ് ജനിച്ചത്. ആ പള്ളിയുടെ മണ്ണിൽ ആണ് ഞാൻ ജനിച്ചത്. അപ്പുറവും ഇപ്പുറവും ആണ് എൻ്റെ വീട്. പള്ളി ഇപ്പുറവും വീട് ഇപ്പുറവുമാണ്. ആ പള്ളിയുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കും. ഞാൻ ഹിന്ദു മത വിശ്വാസിയായിരുന്നു. ഈ സമയത്ത് ഈ അമ്മയും മകനും കടന്നു വന്നിട്ട് എന്നടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ മകനും ആരും അടുപ്പിക്കുന്നില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്, അവന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ മോൻ ഈ മകനെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ പയ്യനെക്കുറിച്ച് അറിയാം. കാര്യം അവൻ നിരവധി കേസിലെ പ്രതിയായിട്ടുണ്ട്. കള്ളനോട്ട് കേസ് ഉൾപ്പെടെയുള്ള 2016 കള്ളനോട്ട് കേസ് ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ട്. വാഹന കത്തിപ്പ് കേസ്, അടിപിടി കേസ്, ഇങ്ങനെ നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപദേശിച്ചു, ഇനി ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോകില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകണം. അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ എന്നെ വിളിക്കുകയോ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സമാധാനമായി. നല്ല പുഞ്ചിരിയോടുകൂടിയാണ് അമ്മയും മകനും അവിടെ നിന്ന് പോകുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ പയ്യൻ ഒറ്റയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യം, തുടങ്ങ്, നല്ല കാര്യമാണ്. അപ്പോൾ പറഞ്ഞു അതിൽ കൂടിയൊക്കെ പരസ്യങ്ങൾ ചെയ്താൽ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫാണ് എൻ്റെ ഓഫീസിൽ വാർത്തയെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് എൻ്റെ വൈഫിനെ നിയമിക്കുകയാണ്, എന്നെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ വൈഫ് പറഞ്ഞു, ശരി, കുഴപ്പമില്ല, സഹായിക്കാം, എന്തെങ്കിലും വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനിടെ പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. ഇതിനിടെ അടുത്ത ആഴ്ച ഒരു ഇവൻറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. സിനിമാ നടന്മാരെ എല്ലാം വിളിച്ചിട്ട് വർക്കല അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ഇവൻറ്റ് പ്രോഗ്രാം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ ബ്രോഷറെല്ലാം അടിച്ചു. എൻ്റെ ഭാര്യയുടെ പേരും കൂടെ അടിച്ച് മാനേജിങ് ഡയറക്ടറിന് അടിച്ചു. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. പക്ഷേ അവൻ അടിച്ചു വെച്ചിട്ട് ഇവൻ സിനിമാ നടന്മാരെയും ഈ കലാപ്രതിഭകളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങെല്ലാം വെച്ച് വലിയൊരു ഓഡിറ്റോറിയം, 2.5 ലക്ഷം രൂപയുടെ ഒരു ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തു. ഞാൻ അതിനകത്ത് പങ്കാളിയല്ല, വൈഫ് പങ്കാളിയല്ല. ഇദ്ദേഹം പരിപാടിയെല്ലാം അറേഞ്ച് ചെയ്ത് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് പ്രോഗ്രാമൊക്കെ അടിപൊളിയാക്കി. രാത്രി 10:30 മണി കഴിഞ്ഞ ഷോ കഴിഞ്ഞപ്പം ഈ പ്രോഗ്രാം വന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ ആരുമില്ല. മാനേജിങ് ഡയറക്ടർ മാത്രമേ ഉള്ളൂ. ഈ നടത്തിപ്പുകാരൻ അവിടെ നിന്ന് എസ്കേപ്പായി. എല്ലാവരും പറഞ്ഞു, മാനേജിങ് ഡയറക്ടർ ഇതാ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഞാനും ഭാര്യയും അവിടെ പ്രോഗ്രാം കാണാൻ ചെന്നിരിക്കുക. ഈ വന്ന ആൾക്കാർ മൊത്തം എൻ്റെ ഭാര്യ അടുത്തെന്ന് പറയുക, ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം അവിടെ നിന്നുകൊണ്ട് വൈഫ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ആ ഫോൺ മറ്റേ യൂട്യൂബുകാരനെ വിളിച്ചപ്പോൾ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഈ ഉടനെ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഏതാണ്ട് ആ ഓഡിറ്റോറിയത്തിന് 2.5 ലക്ഷം രൂപയും ഈ വന്ന് മേളക്കാർ മറ്റ് വന്നവരുടെ ടിക്കറ്റ് എടുത്ത് വന്നവർ, ഫ്ലൈറ്റിൽ വന്നവരുമുണ്ട്, ചില നടന്മാർ, ഇവരെല്ലാം വന്നിട്ട് നിൽക്കുക തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അവസാനം
ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് അവരിവിടെ നിന്നൊക്കെ രാത്രി തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി പൈസ കളക്ട് ചെയ്ത് ഇവർക്കെല്ലാവർക്കും കൊടുത്തു. കാര്യം മാനേജിങ് ഡയറക്ടർ എൻ്റെ ഭാര്യയായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉടനെ ഇവരെല്ലാം സമാധാനപ്പെടുത്തി വിട്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ യൂട്യൂബിൽ ആ പയ്യൻ രാത്രിയാണ് വന്നു. എല്ലാവരും പോയാന്ന് മാത്രം ചോദിച്ച് നമ്മൾ പറഞ്ഞ് പോയി, നാളെ രാവിലെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയി. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ചെയ്തെന്ന് വെച്ചാൽ തന്ത്രപരമായിട്ട് 7 പരസ്യം, 6 ജില്ലയിൽ 7 പരസ്യം ഞാൻ പ്രതിദാനം ചെയ്യുന്ന പത്രത്തിനകത്ത് ബാക്ക് പേജിൽ ഇതിൻ്റെ പരസ്യം കൊടുത്ത് കളർഫുള്ളായിട്ട് ഏതാണ്ട് 5,75,000 രൂപയുടെ പരസ്യം പുള്ളിക്കാരൻ തന്നെ ചെയ്തു. ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ചെക്ക് മേടിച്ച് വെച്ചിട്ടേ കൊടുക്കാവൂ, ഇല്ലാതെ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കറിയാവുന്ന പാർട്ടി എന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ചെക്ക് ഞാൻ മേടിച്ച് വെച്ചില്ല, എനിക്കറിയാം ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അവർ പൈസ തരുമെന്ന് വെച്ച് പത്രത്തിൽ 5,70,000 ഓഡിറ്റോറിയത്തിൻ്റെ 2.5 ലക്ഷം രൂപ, ബാക്കി എല്ലാം കൂടെ ഏതാണ്ട് ഒരു 18, 20 എല്ലാം കൂടി 25 ലക്ഷം രൂപ ഞങ്ങളുടെ നിന്ന് പോയി. അവസാനം ഇദ്ദേഹത്തിനെ കാണാനുമില്ല, ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർക്കലയിൽ ഒരു ആരാധനാലയത്തിൽ ഞാനും എൻ്റെ കുടുംബവും കൂടെ പോയപ്പോൾ അവിടെ നിൽക്കുന്ന ഈ പയ്യൻ ഞങ്ങളെ കണ്ട ഉടനെ പെട്ടെന്ന് പൈസയുടെ കാര്യമൊക്കെ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ വയലൻ്റായി തലമുടി വൈഫിൻ്റെ പൊടിച്ച് കയറി പൊട്ടിച്ചു, എന്നെ കടിച്ചു. ഉടനെ പോലീസ് വന്നു, ഇവനെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയി. ജയിലിൽ കിടന്ന് 48 ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി. ഞാൻ സാമ്പത്തികമായ ബാധ്യതകൾ കൊണ്ട് ആകെ പൊറുതിമുട്ടി. പലിശക്കെടുത്തവർ ശല്യം ചെയ്യാൻ തുടങ്ങി, വിളിച്ചു ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ നിവൃത്തിയില്ല. ഈ അവസരത്തിൽ കടക്കാർ എന്നെ 4 പാട് ശല്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു രക്ഷയില്ല. ഞാൻ പലിശക്കെടുത്ത് മറിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഞാൻ എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു, ചിട്ടി കൂടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ചിട്ടി പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചിട്ടി പൈസ ഇപ്പോൾ തരാക്കില്ല, എൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, അത് ബാങ്കിൽ വെച്ച് തൽക്കാലം വേണമെങ്കിൽ ഞാൻ പലിശയ്ക്ക് വേണമെങ്കിൽ തരാം. അപ്പോൾ ഞാൻ ചിട്ടി കൂടുന്ന പൈസ എനിക്ക് കിട്ടിയിട്ടില്ല, പലിശയ്ക്ക് വേണമെങ്കിൽ തരാം. എത്ര രൂപ പലിശ വെച്ചപ്പോൾ പറഞ്ഞു 10 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയും ഇല്ല, 6 രൂപ. അങ്ങനെ ഞാൻ വർക്കല സർവീസ് ബാങ്ക്, അതായത് കേരള ബാങ്കിൻ്റെ അവിടെ പോയി, ഇവരും കൂടെ വന്നു. ഞാൻ ബാങ്കിൽ പോയി, അവർ ഫുൾ പേപ്പറിനകത്ത് അവരെ സമ്മതപ്രകാരം ഒപ്പിട്ട് കൊടുത്ത് 10 ലക്ഷം രൂപ ഞാൻ ലോണായിട്ടെടുത്ത് ഞാൻ കുറച്ച് കടബാധ്യതകളൊക്കെ തീർത്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ആദ്യം പോലീസിൽ പരാതി കൊടുത്തു, അവർക്ക് പ്രമാണം എടുത്തു കൊടുക്കണം, മറ്റന്നാൾ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല, മറ്റന്നാൾ കൊടുക്കില്ല, എനിക്ക് 5 വർഷം കൊണ്ട് കാലാവധി ഉണ്ട്, എങ്കിലും എനിക്കൊരു 6 മാസം സമയം തരണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇവർ ലോൺ എടുത്ത് തരുന്ന സമയത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ബാങ്കിൻ്റെ എല്ലാ നിയമാവലിയും അനുസരിച്ച് ഞാനാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഈ ലോൺ എടുത്തിരിക്കുന്ന പൈസ ഞാൻ 4 മാസം കൃത്യമായി ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും എന്നെ സമ്മർദ്ദം ചെലുത്തി ഈ യൂട്യൂബുകാരൻ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ പെൺകുട്ടിയുമായിട്ട് നിരന്തരമായിട്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ ഞാൻ എൻ്റെ അവസ്ഥ പോലീസിനോട് പറഞ്ഞു. ആ പരാതി അവിടെ മേടിച്ച് വെച്ചു. പോലീസ് പറഞ്ഞു എന്തായാലും സംസാരിക്കാമെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, അതിനിടയിൽ തന്നെ കോടതിയിൽ കൊണ്ട് ഞാൻ ഗ്യാരൻ്റായിട്ട് ചെക്ക് കൊടുത്തിരുന്നു, അതായത് സെക്യൂരിറ്റി ചെക്ക് ഞാൻ കൊടുത്തു. 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെക്ക് കൂടെ കൊടുത്തിരുന്നു. ഇവർ പലിശയ്ക്ക് തരുന്ന പൈസയ്ക്ക് സെക്യൂരിറ്റി ആയിട്ട്. ഇവരിതിനിടയിൽ ഈ പയ്യൻ പറഞ്ഞ് അവരെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. ഒരു കോടതി കൊടുത്തതിന് പുറമെ രണ്ടാമത്തെ കോടതിയിൽ 2 കോടതിയിൽ, ഒന്ന് ആറ്റിങ്ങലും വർക്കല കോടതിയിൽ പരാതി കൊടുത്തു. അതിന് പുറമെ എനിക്കെതിരെ CMB കൊടുത്തു. എന്നിട്ട് ഇവർക്ക് തീരെ സഹിக்க വയ്യാതെ എൻ്റെ മകളെ വർക്കല വെച്ച് ടൗണിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു കേസ് നമ്പറുണ്ട് 252/2020 എന്ന് പറഞ്ഞൊരു കേസുണ്ട്. കേസെന്ന് വെച്ചാൽ കൗണ്ടർ പെറ്റീഷൻ. ഞാൻ പരാതിയെ കൊടുത്തിരുന്നു. അപ്പോൾ അവർ കൗണ്ടർ പെറ്റീഷൻ കൊടുത്തു. എൻ്റെ മോക്കാണ് പരിക്കുണ്ടായത്. സംഭവം നടക്കുമ്പോൾ ഞാനും ഇവിടെ ഇല്ല, ഞാൻ ഓഫീസിലായിരുന്നു. സംഭവം പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മകളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ പോലീസ് എൻ്റെ പരാതി പഠിച്ചു വെച്ചിട്ട് അവരുടെ പരാതിയും കൂടി എടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ വണ്ടി ഇടിച്ച ആളിനെ അസഭ്യം പറഞ്ഞു, ബഹളം ഉണ്ടാക്കി, ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് അച്ഛൻ ചീത്ത വിളിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോലും ഇല്ല, അവിടെ നാട്ടുകാരായിരുന്നു മാത്രമാണ് ഉണ്ടായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ കേസും കൂടെ ചേർത്തിട്ട് എൻ്റെ ഓഫീസിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഇങ്ങനെ സജീവിൻ്റെ പേരിൽ ഒരുപാട് കേസുണ്ട്, എൻ്റെ പത്ര ഓഫീസിൽ ചെന്ന് പറഞ്ഞ് എൻ്റെ ജോലിയും കൂടി നഷ്ടപ്പെടുത്തി. പെട്ടെന്ന് അവർക്ക് നോക്കുമ്പം 2-3 കേസുകൾ കിടക്കുന്നു. ഒന്നും അവരാലോചിച്ചില്ല, സജീവ് പോലെ ഇനി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഓഫീസിൽ അടയ്ക്കേണ്ട പൈസ എനിക്ക് അടയ്ക്കാനും പറ്റുന്നില്ല. ഒന്നും വയ്യാതെ എന്നെ ജോലി ചെയ്യുന്ന അവർ പറഞ്ഞു വിട്ടു. തൽക്കാലം ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതെനിക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസന മാതാവിൻ്റെ മണ്ണിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഒക്ടോബർ മാസം
ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊന്നുമല്ല, എന്നെ ഇങ്ങനെ കുരുക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഉടൻ തന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്ത് പോയിട്ട് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ എനിക്കൊരു മോചനം ലഭിക്കണമെന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ച് ജോലിയിൽ താല്പര്യമുണ്ടോ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. ട്രിവാൻഡ്രത്ത് അവരുടെ ഹെഡ് ഓഫീസ് ചെന്നപ്പോൾ എന്നെ ജോലിയിൽ എന്നെ പോസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ പത്രത്തിനകത്ത് എനിക്ക് ജോലി കിട്ടിയില്ല. അവിടെ 2-3 പ്രാവശ്യം എന്നെ വിളിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ അടയ്ക്കാനുള്ള ബാധ്യതയൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ഇത്. പക്ഷേ എനിക്ക് മറ്റൊരു പത്രത്തിൽ അതിനേക്കാൾ വലിയൊരു കൂടിയ പത്രത്തിനകത്ത് എനിക്ക് ജോലി കിട്ടി. പക്ഷേ ഞാൻ ഇതുവരെ ചാർജ് എടുത്തില്ല. ഉത്തരവാദിത്തപ്പെട്ട് അതെൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ്, കൃപയാണ് എനിക്ക് നൽകിയത്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി, ഞാൻ മറ്റൊരു പത്രത്തിനകത്ത് ജോലി കയറി എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ശത്രുക്കളായിട്ട് നിൽക്കുന്ന എനിക്ക് പ്രമാണം വെച്ച് ലോൺ ചെയ്ത് തന്ന ആ സ്ത്രീയും ആ യൂട്യൂബുകാരനും കൂടി കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിനകത്ത് അടുത്തിടെ ഞാൻ ഏതോ സാമ്പത്തിക തട്ടിപ്പുകാരെന്ന് പറഞ്ഞ് ഒരു ഫേക്ക് ന്യൂസ് അവരുടെ കൊണ്ട് കൊടുത്ത് അവരിടിച്ചു. അവർ വൺ സൈഡാണ് വാർത്ത കൊടുത്തത്. സാധാരണ നമുക്കറിയാം, ഒരു വാർത്ത കൊടുക്കുമ്പോൾ 2 സൈഡും കൊടുത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ വൺ സൈഡ് വാർത്ത കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ എടുത്തു കൊടുത്തു. യൂട്യൂബിലല്ലായിരുന്നു, ചാനൽ കൊടുത്തു. ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ 2 വ്യക്തികൾ അവിടെ കൊണ്ടുപോയി വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഭാഗം കൂടെ കേൾക്കണ്ടേ? എൻ്റെ ഭാഗം കേട്ടില്ല. കോടതിയിൽ കേസ് നടക്കുന്നൊരു കേസ് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും അറിയാൻ അവർ പറയുന്നത് ക്ഷമയായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കോടതിയിൽ കേസിന് പോകാത്ത വേറെ ഒന്നുമില്ല, ഞാൻ കൃപാസന മാതാവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഒരു തെറ്റിലോട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് ദൈവം ശിക്ഷ തരട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ എന്തായാലും ശരി, ഞാൻ അത്തരത്തിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ മാതാവാണ് എന്നെ വളരെ സഹായിക്കുകയും ചെയ്തത്. അതിനിടയിൽ എനിക്ക് 2022 തന്നെ എൻ്റെ കാല് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് ലിഗമെൻ്റ് പൊട്ടി, 3 ലിഗമെൻ്റ് പൊട്ടി, ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപയായി. പക്ഷെ ഞാൻ 2016 ഈ മണ്ണിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചിക്ക്, അവരൊരു ടീച്ചറാണ്, അവർ വിളിച്ചപ്പോൾ ഞാൻ അവരെ കൂടെ ഈ മണ്ണിൽ വന്ന് തൊഴുതു. അന്ന് ഇവിടെ കയറി നിന്ന് പ്രാർത്ഥിക്കാൻ തൊടാം അമ്മേ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊരു മാതാവിൻ്റെ രൂപം, ഒരു ഫോട്ടോ മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അത് വെച്ചിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അത് പെട്ടിയിലാക്കി വെച്ചു, അടച്ചു വെച്ചിരുന്നു. അപ്പോൾ അതിരിക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി എൻ്റെ വലത് കാല് പൊട്ടി, ലിഗമെൻ്റ് പൊട്ടി. അപ്പോൾ സർജൻ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ്, 3 ലിഗമെൻ്റ് പൊട്ടി, ഇതെവിടെയും തൊടുത്തു വയ്ക്കാൻ പറ്റത്തില്ല, ഇത് നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ എല്ലാം പ്ലാസ്റ്ററൊക്കെ ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ 10-25 ദിവസം കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവിൻ്റെ പടം എൻ്റെ റൂമിൽ അവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ ഞാൻ വീട്ടുകാർക്ക് പറഞ്ഞ് ആ പടം എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം, കിടക്കുന്നിടത്ത് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടായി, നടക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് നടന്നു നോക്കുമെന്ന്. ഞാൻ നടന്നപ്പോഴത്തേക്ക് ആദ്യം മൊണ്ടി നടന്നു. പിന്നെ ഡോക്ടർ സ്പീഡിന് നടക്കാൻ പറഞ്ഞു. സ്പീഡിന് ഞാൻ നടന്നു. ബാൻഡ് ഇതെല്ലാം ഇട്ടിരിക്കുകയാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റി. പെട്ടെന്ന് തന്നെ എനിക്ക് ഒരാഴ്ചയ്ക്ക്, പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചക്കകത്ത് എനിക്ക് നല്ലപോലെ ഇത് ചെയ്യാൻ പറ്റി. ഫിസിയോതെറാപ്പി ചെയ്തു. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ കഴുത്തിൻ്റെ ബേക്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്, ഈ ഒക്ടോബറിന് ശേഷം 35-40 വർഷമായിട്ട് എനിക്ക് ഈ ബാക്കിൽ ഒരു മുഴ കണക്ക് ഈ എല്ലിൻ്റെ ജോയിൻറ്റിലോ, ഞാൻ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് സ്ക്രാച്ച്, അതായത് പൊട്ടലുണ്ട്, അത് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളതല്ലേ, അത് കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഡോക്ടറെ ഓപ്പറേഷൻ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേണ്ട, അതങ്ങനെ നിന്നോട്ടെ, ടാബ്ലറ്റ് തരാം, വേദനയ്ക്കുള്ള തരാം. ഞാൻ ടാബ്ലറ്റും കഴിച്ച് നടക്കണം. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ തൈലം, ഇപ്പോൾ ഇവിടെ കേട്ടു ഇങ്ങനെ ഓരോ അസുഖത്തിനുള്ള കാര്യങ്ങൾ കേട്ടു, ഞാൻ ഈ ഉടമ്പടി തൈലം ഇവിടെ തേച്ച് ഞാൻ രാത്രി തേക്കുന്നു. പിറ്റേന്ന് കാലത്ത് എനിക്ക് വേദനയില്ല, ആ മുഴയില്ല. ഭയങ്കരമായ ഒരു അത്ഭുതമാണ് എനിക്ക് സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് ഈ മുഴ എവിടെ അപ്രത്യക്ഷമായി. ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരീക്ഷിച്ചാൽ, അമ്മയെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കട്ടെ, എല്ലാവരും ഒക്കെ പറയുന്നല്ലോ വെച്ച് നോക്കി. അങ്ങനെ എന്നെ ആ ആപത്തിന് രക്ഷപ്പെടുത്തി. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ പല കാര്യങ്ങളിലും ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇതിനിടയിൽ സ്വപ്നവും കണ്ട്. രാത്രി ഒരു മാസം മുമ്പ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പേരിങ്ങനെ വിളിക്കുന്നു, സജി എന്ന് വിളിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് വെളിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നു. അപ്പോൾ ആദ്യം ഒരു ജനലിലൊരു സൗണ്ട് കേട്ട്, 3 സൗണ്ട് കേട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. രാത്രി ഏകദേശം ഒരു 2 മണിയാവും, 1:45-2 മണിയാവും. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു രൂപം ഇങ്ങനെ മായുന്ന കണക്ക് കണ്ടു.
അത് അമ്മ മാതാവ് ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ വരുന്നതായിട്ടാണ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ച് വീട്ടുകാരത്ത് പറഞ്ഞു, ഇങ്ങനെ അമ്മ മാതാവിനെ കണ്ടു. പിന്നെ ഞാൻ ബുക്കിനകത്ത് എഴുതി വെച്ചു, ഇങ്ങനെ മാതാവ് ഇത്ര മണിക്ക് എൻ്റെ അടുത്ത് വന്നു, സജി സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളിൽ എൻ്റെ ഈ കാര്യങ്ങളിൽ ഈ ആൾക്കാരുടെ അപവാദ പറച്ചിലുകളിലൊക്കെ വളരെയേറെ അമ്മ മാതാവിൻ്റെ ഒരു ശക്തിയും ധൈര്യവും തന്നു. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചു ഇങ്ങനെ വാർത്തയൊക്കെ വന്നു, ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ടായിരിക്കാം മാധ്യമപ്രവർത്തനത്തിന് കൂടി തന്നെ എന്നെ തകർക്കാൻ ശ്രമിച്ച ശക്തികൾ എനിക്ക് അമ്മയുടെ ഒരൊറ്റ ശക്തി കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. പലപ്പോഴും വിചാരിച്ച് നാണക്കേട് കൊണ്ട് മരിച്ചു കളയാം, ഇനി ജീവിക്കേണ്ട. കാര്യം എൻ്റെ മകളും, എനിക്കൊരു മകളാണുള്ളത്, ഭാര്യയും പുറത്താണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വിളിച്ചു, ഞാനും ഇനി ജീവിക്കുന്നില്ല. അവരും മാനസികമായിട്ട് പ്രയാസപ്പെട്ടു. പക്ഷേ അപ്പോഴും എൻ്റെ ധൈര്യം എന്നുള്ളത് അമ്മ മാതാവിൻ്റെ ആ ശക്തിയും ധൈര്യവും യേശുവിനെ ഞാനിപ്പോൾ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കാറുണ്ട്, അത് കണക്കിന് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്. ഞാനിപ്പോൾ 5 പ്രാവശ്യം കൊന്തമാല എനിക്ക് ആ ചൊല്ലാൻ അറിഞ്ഞിട്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ ചൊല്ലി പഠിച്ച് കാണാതെ പറയും ഇപ്പോൾ. അപ്പോൾ 5 പ്രാവശ്യം ഞാൻ ചൊല്ലും. പിന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരുപാട് ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഇതെല്ലാം വരുന്നുണ്ട്, ഭീഷണി വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ചെയ്യും. അപ്പോഴും ഞാനിങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും, ശക്തി പ്രാപിച്ചു വീണ്ടും. ആ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞവർ പിന്നെ അനങ്ങത്തില്ല. അതിൻ്റെ ഒരു ശക്തി എന്നുള്ളത് അത് അനുഭവിച്ചറിഞ്ഞു നോക്കൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് പോയോണ്ടാണ് എനിക്ക് ഈ 2022 ശേഷം എനിക്ക് ഈ കഷ്ടപ്പാട്, ദുഃഖം, ഇങ്ങനെ സാത്താൻ പിടികൂടിയതെന്നാണ് എൻ്റെ വിശ്വാസം. അതുവരെ എനിക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു. കാര്യം ഇഷ്ടംപോലെ പരസ്യം ഉണ്ടായിരുന്നു, ഞാൻ എല്ലാ കാര്യത്തിലും പേരെടുത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെല്ലാം അതിജീവിച്ച് പേരും പ്രശസ്തിയും എല്ലാം എടുത്തു. പക്ഷേ പെട്ടെന്നാണ് എന്നെ സാത്താൻ പിടികൂടിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എനിക്കിപ്പോൾ സഹനങ്ങളൊക്കെ തരുമ്പോഴും ഞാൻ ആലോചിക്കും എനിക്ക് വേറെ നന്മ തരുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വരികയും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീനകത്ത് തുണിയിട്ട് അലക്കുന്ന കണക്കാണ് എന്നെ ദൈവം അലക്കിയെടുത്തിരിക്കുന്നത്, അലക്കിയെടുത്ത് കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ. വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കുന്ന കണക്ക് എന്നെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് അപവാദങ്ങളും അപവാദ പ്രചരണങ്ങൾ, ഞാൻ ഇത്രയും ഒരു മാധ്യമപ്രവർത്തനമായിട്ട് ഒരു മാധ്യമത്തിൽ കൂടി തന്നെ എന്നെ സാത്താൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഭാര്യയ്ക്കോ എനിക്കോ സ്വന്തമായ ഭൂമിയോ വീടും ഇല്ല. ഈ കടബാധ്യതകളും പ്രശ്നങ്ങളൊന്നും ഞാൻ പലരെയും സമീപിച്ചപ്പോൾ ആദ്യം ചായ കുടിച്ച് തരുന്നവർ ഇപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷേ അപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരാളെ വന്നെങ്കിൽ വിളിക്കുമ്പോൾ ചായ കുടിക്കാമെന്ന് വിളിക്കും. പക്ഷേ ഞാൻ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒട്ടനവധി സമൂഹത്തിലുണ്ട്. ഞാൻ എൻ്റെ ജോലിയിലിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ ആ ആൾക്കാരെല്ലാം ഞാൻ സാമ്പത്തികമായി തകർന്നു അല്ലെങ്കിൽ കടബാധ്യത വന്നു പറഞ്ഞപ്പോൾ എല്ലാവരും, അത് ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ, ഇപ്പോൾ കഥ പോലും തുറക്കാതെയായി. അപ്പോൾ ബന്ധുക്കളെല്ലാം എന്നെ ഉപേക്ഷിച്ച കണക്കാം. പക്ഷേ അപ്പോഴും ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കാറുണ്ട്. ആ ടോക്ക് കേൾക്കുമ്പോൾ വരുന്ന ശക്തിയും ആ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഉൾവിളിയും എനിക്കുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചൊരു വ്യക്തി കൂടിയാണ്. ഇന്ന് ഈ മണ്ണിൽ ഈ ആൾത്താരെ വന്ന് നിൽക്കുവാൻ കാരണം എൻ്റെ പരിശുദ്ധ അമ്മ മാതാവാണ്, യേശുവാണ് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ 2016 ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിനടുത്തൊരു പള്ളിയുണ്ട്. പക്ഷേ ഞാൻ ഗൾഫിലും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. ഗൾഫിൽ ചെന്ന സമയത്ത് ഞാൻ ബൈബിൾ ഇവിടെ നിന്ന് കൊണ്ടുപോയായിരുന്നു. ഞാനൊരു ഹിന്ദുവായിട്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാരണം അതാണ്. ഞാൻ അവിടെ 92 പേരുള്ള ഒരു കമ്പനിക്കകത്താണ് ഞാൻ ജോലി ചെയ്തത്. ഇറാനികൾ, പാകിസ്ഥാൻ, അങ്ങനെ ഈജിപ്റ്റ്, അറബി കൺട്രിയിലുള്ള മിക്ക രാജ്യത്തിലെ ആൾക്കാരെല്ലാം കൂട്ടത്തോടെയാണ് ഓരോ റൂമിൽ താമസിക്കുക. എൻ്റെ റൂമിനകത്ത് 10 പേരുണ്ട്. അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാവർക്കും വസൂരി രോഗം വന്നു. ഓരോരുത്തർക്കും ഇങ്ങനെ 5 പേര് കൂടുമ്പോൾ വസൂരി രോഗം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കും വരും, അപ്പോൾ പിറത്തെല്ലാം പാടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ വിഷമിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് മാത്രം വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അതെന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കുന്നു. പക്ഷേ അന്ന് എനിക്ക് കൃപാസന മാതാവിൻ്റെ ഇതൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വരത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു യേശുവിനെ വിശ്വസിച്ചാലും ഇല്ലേലും ഇതൊക്കെ വരും, ഇതൊക്കെ രോഗം തന്നെ പറഞ്ഞു. പക്ഷേ 97 പേർക്കും
എൻ്റെ കമ്പനിക്കകത്ത് 97 പേർക്കും അസുഖം വന്നു, വസൂരി എന്ന് പറയുന്ന അസുഖം വന്നു. പക്ഷേ എനിക്ക് മാത്രം അവിടെ അസുഖം വന്നില്ല. പക്ഷേ അവരെല്ലാവരും ചോദിച്ച് എന്തുകൊണ്ട് നിനക്ക് വന്നില്ല. പക്ഷേ ഞാൻ അന്ന് കണ്ണുനീരോടെ എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് വന്നില്ല, അത് ഞാൻ ബൈബിൾ വെച്ച് വായിച്ചുകൊണ്ടാണ് എൻ്റെ യേശു എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കമ്പനിയിലുള്ളവരെല്ലാം പിന്നെ എൻ്റെ ദൈവത്തിനെ കണക്കാണ് കാണുന്നത്. പക്ഷേ ഞാൻ അവരുടെ അടുത്ത്, മലയാളികളുണ്ട്, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെല്ലാം എന്നെ പുച്ഛിച്ച്. അവർ പറയുന്നത് വെച്ചാൽ അതൊക്കെ വരും, അസുഖം വരും എന്ന് പറഞ്ഞാൽ കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ആ ദൈവത്തെ, യേശുവിനെ വിളിച്ചു. കാരണം ആ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഈ മണ്ണിൽ ഒരു ദിവസമെങ്കിലും കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൂടെ കാണും. ഏത് ശത്രുവിനെയും തോൽപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ മാതാവ്, എൻ്റെ യേശു അപ്പച്ചൻ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, ഒന്നുകൂടി പറയാം, ഇന്നിവിടെ നിൽക്കുന്നത് ഈ യേശുവിൻ്റെ ശക്തി കൊണ്ടാണ്, ഈ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ്. അത് ഞാൻ പറയാം. എനിക്ക് വയസ്സ് 55. ഇനി എനിക്ക് പത്രപ്രവർത്തനം നടത്തണം. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പത്രപ്രവർത്തനം നടത്തുന്നത് ഞാൻ അവസാനിപ്പിക്കണമെന്ന്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം, യൂട്യൂബിലൊക്കെ ഒരാളിൻ്റെ കാര്യം അറിയത്തില്ല, ഒരാൾ ഓടിച്ചെന്നൊരു കാര്യം പറഞ്ഞ് യൂട്യൂബുകാർ ഇങ്ങനെ നോക്കും. അതും മാധ്യമ പ്രവർത്തനം എന്നാണ് പറയുന്നത്. TV ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിനകത്ത് ഈ വാർത്ത വന്നപ്പോൾ ഞാൻ അപ്സെറ്റായിപ്പോയി. കാര്യം സാധാരണ ഏതൊരു കാര്യവും 2 സൈഡും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ വിഷമമായിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഈ സത്യസന്ധതയ്ക്ക് വിലയില്ല, ദൈവത്തെ വിശ്വസിക്കാം, ഇനി ദൈവ ശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ മരണം വരെയും ദൈവ ശുശ്രൂഷ ചെയ്യണം, ആ കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ദൈവം, ഈ മാതാവ് നടത്തി തരും. ഞാൻ അതിന് ആ സമയം കണ്ടെത്തുവാനാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ സമയം മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ ഉപദ്രവിച്ച് കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന, അവരെ ഉയരങ്ങളിൽ എത്തിക്കണമേ ദൈവമേ എന്ന് ഞാൻ പറയും. അതെൻ്റെ മരണം വരെയും പറയും. അവരെ അങ്ങനെ തകർക്കാൻ നോക്കും, അല്ലാതെ ഞാൻ അവർക്ക് ദോഷം ഉണ്ടാകുമെന്ന് പറയില്ല. ദൈവം അവരെ രക്ഷിക്കട്ടെ, അവർക്ക് കൂടുതൽ നന്മ കൊടുക്കട്ടെ ദൈവമേ എന്ന് ഞാൻ പറയും. നിർത്തുന്നു. അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദി, നമസ്കാരം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ജീവിതത്തിലൊരു ഉണ്ടായ സാഹചര്യം വളരെ വ്യക്തമായിട്ടും വിശുദ്ധമായിട്ടും ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഓരോ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്രത്തോളം, അപ്പോൾ 2 പ്രാവശ്യം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ചെടുത്തുനിന്നാണ് ഇന്ന് ഈ അൾത്താരയിൽ ദൈവം സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധമുള്ളൊരു ബോധ്യം നൽകിയത്. അത് ചെറിയൊരു ബോധ്യമല്ലെന്ന് സാക്ഷ്യം കേട്ട് ഇപ്പോൾ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ നമുക്കും ആ ഒരു ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ ചെയ്തതും.